ഇത്രയും നേരം അവിടെ ഇരുന്നില്ലേ? ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അയാൾ വന്നിരിക്കുമ്പോൾ എന്ത് വിചാരിക്കും? നീ പോയി ഡ്രസ് മാറ്റിട്ട് വരൂ. ഈ ഡ്രസ്സിന് എന്താ കുറവ്? നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പറയുന്ന കേൾക്കൂ, പോയി ഡ്രസ് മാറ്റിട്ട് വരൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചേട്ടൻ ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ? എന്ന് വെച്ചാൽ? അതുകൊണ്ടല്ലേ ചേട്ടൻ എന്നോട് സ്നേഹമില്ലാത്തത്? സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ? നമുക്കൊരു ഡോക്ടറെ കാണാം. എന്തിന്? രാത്രിയിൽ ചേട്ടന് ഈ അസുഖം മാറാൻ. എനിക്കൊരു അസുഖവുമില്ല. ചേട്ടാ, നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? അതിന്? എന്നേക്കാൾ അറിവ് ചേട്ടനില്ലേ? എനിക്കൊരു രോഗവുമില്ല. ആരെയും കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. എന്റെ അകന്ന ബന്ധത്തിൽ ഒരമ്മാവനുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ പിന്നെ എന്നും ഇങ്ങനെ ജീവിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു? ഒരു നിമിഷമെങ്കിലും ചേട്ടൻ എന്നെ ഒരു ഭാര്യയെ പോലെ കരുതിയിട്ടുണ്ടോ? മധുവിനെ അയാൾ അറിയാതെ വേണം ചില തെറ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എഴുന്നേൽക്കൂ, നേരെ ഒരുപാടായി. എന്നും നേരത്തെ എഴുന്നേൽക്കൂ. നിനക്ക് എന്ത് പറ്റി? വയറ്റിലൊരു വേദന. എഴുന്നേൽക്കൂ, ഡോക്ടറെ അടുത്ത് പോകാം. ഓടിപ്പോന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും റൗഡികളെ നേരിട്ടും ജീവിക്കുന്നത് ശരിയല്ല. നമുക്കൊന്നിച്ച് നിന്റെ വീട്ടിലേക്ക് പോകാം. അയ്യോ, ഞാനില്ല. എങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാൻ ധൈര്യമുണ്ടോ? ശരി, ചേട്ടൻ ധൈര്യമുണ്ടോ? ധൈര്യക്കുറവൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നീ പേടിക്കാതിരുന്നാ മതി. ഞാൻ റെഡി. ശരി, എങ്കിൽ 2 ആഴ്ചത്തേക്ക് മിനി അമ്മയോട് കൂടി പോയി താമസിക്കൂ. ഐ മേ ഹാവ് ടു ട്രൈ സംതിങ് അൺഎത്തിക്കൽ. മാറി നിൽക്കുന്നതിൽ മിനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് വേണ്ടിയല്ലേ അങ്കിൾ? ഇതെങ്ങനെയെങ്കിലും. സാരമില്ലെന്ന്. ശരി. ഈ വക കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മധു നിന്നെ വിളിക്കാൻ വരുമ്പോൾ മാത്രമേ വരാവൂ. അതിനു മുമ്പ് ഓടി ഇങ്ങോട്ട് പോരരുത്. എനിക്കറിയാമോ, പാമ്പിനെ സ്വപ്നം കണ്ടാൽ പഴമക്കാർ സർപ്പപ്പാട്ടും പൂജയും നടത്തും. മധു. ഹലോ ഡോക്ടർ, രോഗത്തിന് ചികിത്സയല്ലേ വേണ്ടത്? മധുവിനെങ്കിലും അഭിപ്രായമുണ്ടല്ലോ. വിശ്വാസത്തിനും രോഗത്തിനും ബന്ധമുണ്ട് മധു. എങ്ങനെയായാലും രോഗം മാറിയാ പോരെ. നീ ഭയപ്പെടണ്ട, എല്ലാം ശരിയാകും. അങ്കിൾ പോകരുത്, ഞാൻ കാപ്പി കൊണ്ടുവരാം. ശരി. അപ്പോൾ രോഗത്തിന് ചികിത്സിക്കണമെന്ന് മധുവും സമ്മതിക്കുന്നുവല്ലേ? തീർച്ചയായും. ആട്ടെ, മിനിയുടെ രോഗം എന്താണെന്ന് മനസ്സിലായോ? വായുക്ഷോഭം. വായുക്ഷോഭമല്ല, മനസ്സിന്റെ ക്ഷോഭം. അതിന്റെ കാരണം അറിഞ്ഞുകൂടല്ലോ? ഇല്ല. മിനിക്ക് ഒരമ്മയാകാനുള്ള ആഗ്രഹം മറ്റേതൊരു സ്ത്രീയെക്കാളും വളരെ കൂടുതലാണ്. അതിന് വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ? അതെ. പ്രായമായാൽ വിവാഹം കഴിക്കുക, അടുത്ത് തന്നെ പ്രസവിക്കുക, ആ കുഞ്ഞിനെ മുല കൊടുക്കുക, ഉമ്മ കൊടുക്കുക, കുളിപ്പിക്കുക, കൂടെ കിടത്തുക, ഇതെല്ലാം ഒരു സ്ത്രീയുടെ മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ആഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമൊക്കെ എങ്ങനെ? ഞങ്ങൾ സ്നേഹത്തോടെ കഴിയുന്നു. സ്നേഹത്തെ പറ്റിയല്ല, നിങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ പറ്റി.
അത് എല്ലാവരുടെയും ഒക്കെ പോലെ. കുറെ നാളുകൾക്ക് മുമ്പ് എനിക്കൊരു പേഷ്യന്റിനെ കിട്ടി. ഭാര്യയും ഭർത്താവും കാര്യം പറയാൻ മടിച്ചു. സ്റ്റിമുലേറ്റീവ് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ മനസ്സിലായോ? ദാറ്റ് മീൻസ് he was not having any sexual relation with his wife. എന്നിട്ടോ? ഒടുവിൽ ശരിയായി. അല്ല ഡോക്ടർ, ആ രോഗിയെ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. അതെങ്ങനെ? പല കാരണങ്ങൾ കൊണ്ടും ഈ ന്യൂനത ഉണ്ടാകാം. സ്ത്രീകളുമായുള്ള വേഴ്ചയ്ക്ക് ഇത് തടസ്സമായി തീരുന്നു. പക്ഷേ കഴിവുള്ള സ്ത്രീകൾക്ക് ഈ ദൗർബല്യം മാറ്റിയെടുക്കാൻ സാധിക്കും. സ്വന്തം ഭാര്യയായാലും പോരെ? പോരാ, ഭാര്യയ്ക്കൊരു പരിധിയുണ്ട്. തന്നോട് ആസക്തിയുള്ള മറ്റേതെങ്കിലും സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കാൻ സാധിക്കും. എന്തിനു പറയുന്നു, മേധാശക്തിയുള്ള, ആകർഷണയുള്ള, ആരോഗ്യമുള്ള ഒരു സ്ത്രീ അയാളുടെ കുറവ് മാറ്റിയെടുത്തു. എനിക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഡോക്ടർ? ഇല്ല. കുറച്ചു ദിവസത്തേക്ക് നിങ്ങൾ ഒന്നിച്ചു കഴിയണ്ട. ഇപ്പോഴേ സൂക്ഷിക്കുന്നത് നന്ന്. അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 ആഴ്ച അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ഇവിടെ വേറെ ആരുമില്ല. അത് സാരമില്ല. ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ ഒരു സർവന്റിന് ഞാൻ ഇങ്ങോട്ട് അയക്കാം. ഡോക്ടർ സാർ പറഞ്ഞു വിട്ടതാ. അകത്തേക്ക് വരും. കുടിച്ചോ. എവിടുന്നല്ലേ? ഫ്ലാസ്കിനുണ്ട്. അടുക്കള എവിടാ? സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ വെളുപ്പിന് ഞാനിങ്ങ് പോന്നു. അവിടെ അടുക്കള. ഇപ്പൊ ചായ കൊണ്ട് തരാം. എന്താ പേര്? നളിനി. നളിനി ചായ കുടിച്ചോ? ഓ, എപ്പോഴേ കുടിച്ചിട്ടാ വന്നത്. ഇനി വേണോ? വേണ്ട. സാറ് 2 കപ്പ് ചായ കുടിക്കുമെന്നാ കൊച്ചമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കൂട്ടാൻ എന്തെല്ലാം വെക്കണം? എന്തൊക്കെ വെക്കാറിയാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ ആദ്യ ദിവസം നളിനിക്ക് ഇഷ്ടമുള്ളതാകട്ടെ. ആ, വറുത്തിടുമ്പോൾ കടുവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ? അധികം വേണ്ട. അരി നല്ലതുപോലെ വേകണോ അതോ തോണ്ടി തിന്നാ ഭാഗത്തിന് കുറുക്കിയെടുത്താ മതി? അതെന്നെ കളിയാക്കിയതാ. സാധാരണ പോലൊക്കെ മതി. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. പരിചയമുള്ള പെണ്ണിന്റെ പുറകുവശം പോലെ തോന്നുന്നു. പെൺകുട്ടി ഒന്ന് നിൽക്കൂ. ഇതാര് കല്യാണിയോ? പുറവശത്തിന്റെ കട്ട് കണ്ടപ്പോഴേ മനസ്സിലാക്കി. നീ ഇപ്പൊ എവിടെയാ? എന്താ കാര്യം?
അങ്ങനെ തഴയാതെ ഒന്നുമില്ലേ നമ്മള് പഴയ പ്രേമക്കാരില്ലയോ? അങ്ങനെ ഒളിച്ചും പാത്തും അങ്ങനെ പ്രേമിക്കണ്ട. താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. താൻ ഇതുവരെ എവിടായിരുന്നു? അല്ല, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, പ്രേമിക്കാം. ഓ, ചെലവിന് തരാൻ പറ്റത്തില്ല. എന്റെ പുറകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കാം. Correct. ഒരു കാര്യം ചെയ്യാം, ഏവനെങ്കിലും ഒരുത്തനെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന നേരവും ഞാനേറ്റു. എന്ത് പറയുന്നു? എന്തൊരു ബുദ്ധി! എന്ത് ചെയ്യാം, ഞാനൊരു ബുദ്ധിമാനായിട്ട് ജനിച്ചു പോയി. നീ പോയോ? കല്യാണി, നീ ഇപ്പൊ എവിടാ താമസം? അതോ ആ വീട്ടിൽ. അവിടെ ആരൊക്കെ ഉണ്ട്? അന്നത്തേതുപോലെ വളയിൽ വളയിൽ പേപ്പാർ നഗരം എന്നൊക്കെ വിളിച്ചു വേണോ ഞാൻ അങ്ങോട്ട് വരാൻ? ഒന്നും വേണ്ട, ഒരു തള്ള മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും നീ അങ്ങനെയുള്ള തലത്തിലേ താമസിക്കും.